അങ്ങനെ നമുക്ക് നൊക്ലാച്ച് തരുന്ന ആ മൂവിയുടെ രണ്ടാമത്തെ പാർട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി അത് കാണുക, കണ്ടിട്ട് ഈ രണ്ടാമത്തെ പാർട്ട് എക്സ്പ്ലനേഷൻ കാണുക. അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ടിൽ തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോ ഫുള്ള് തീർന്ന് മൂവി തീർക്കുകയാണ്. പിന്നെ എക്സ്പ്ലനേഷൻ കണ്ടു കഴിഞ്ഞിട്ട് പോയി എല്ലാവരും സിനിമ പോയി കാണാം. വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ ഉണ്ണികൃഷ്ണനും ദാസനും കൂടെ പണിപ്പെട്ട് കുപ്പിയുടെ അടപ്പ് തുറന്നപ്പോൾ അതിൽ നിന്നൊരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ ഭൂതത്തിന്റെ റോൾ ചെയ്തിരിക്കുന്നത് ഇന്നസെന്റ് ആണ്. ആദ്യമായിട്ടൊരു ഭൂതത്തെ കണ്ട എക്സൈറ്റ്മെൻറ്റോടെ അവർ ഓടി സ്വന്തം റൂമിലേക്ക് പോയി. പക്ഷേ ഭൂതത്തിന് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. കാരണം അവരെവിടെ പോയാലും അവരുടെ കൂടെ അതും കാണും. വർഷങ്ങളോളം കുടത്തിലകപ്പെട്ട് കിടന്ന ആ ഒരു എനർജി അവരോടുള്ള നന്ദി സൂചകമായിട്ട് അവർക്ക് ഉപകാരം ചെയ്ത് പിന്നീട് അവരുടെ ഒരു സുഹൃത്തിനെ പോലെ അവരുടെ ഒപ്പം കഴിയുകയായിരുന്നു. ഈ ജീവിതകാലം മുഴുവനും ഞാനോട് കടപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളായി കുടത്തിനകത്ത് വീർപ്പ് മുട്ടിക്കിടന്ന എന്നെ തുറന്നു വിട്ടു നിങ്ങളല്ലേ. ഞങ്ങള് മാഷ എന്ന് വിളിച്ചോട്ടെ. മാഷ് കൊള്ളാം. അവരിലൊപ്പം അവരിലൊരാളായി ചാത്തുണ്ണി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നവർക്ക് മാത്രമേ ചാത്തുണ്ണിയെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അവരെ തഴഞ്ഞവരോടും അവഗണിച്ചവരോടും പുച്ഛിച്ചവരോടും ചാത്തുണ്ണിയെ വെച്ച് തന്നെ അവർ കണക്ക് ചോദിച്ചു. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകെ ചാത്തുണ്ണിയാണെന്ന് അവർക്കറിയത്തില്ല. കാരണം ചാത്തുണ്ണി അവർക്കല്ലാതെ മറ്റാർക്കും കാണാൻ പറ്റില്ലല്ലോ. അതിനിടയ്ക്ക് ഒരു റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കാണാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് മായ ഉണ്ണികൃഷ്ണൻ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. അപ്പോൾ മായയുടെ മുന്നിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ഷോ ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെ ചാത്തുണ്ണിയെ വെച്ചിട്ട് റിങ്ങിൽ ഉണ്ണികൃഷ്ണൻ ചാടി കയറുന്നു. പക്ഷേ ആ സമയത്ത് ചാത്തുണ്ണിയുടെ പവർ കുറയുകയും ഉണ്ണികൃഷ്ണൻ തിരിച്ച് എല്ലാവരുടെ മുന്നിൽ ചിടി കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു കോമഡി സന്ദർഭമാണ് അടുത്തത്. മായയ്ക്കും മായയുടെ കൂട്ടുകാർക്കും അന്നേരം സംശയം ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ കൂടെ എന്തോ ഒരു ശക്തിയുള്ള കാര്യം. അങ്ങനെ ചാത്തുണ്ണി തൻ്റെ യഥാർത്ഥ രൂപം മറ്റുള്ളവർക്ക് മുമ്പിൽ റിവീൽ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഉണ്ണിയും ദാസനും ചാത്തുണ്ണിയും കൂട്ടി ഉണ്ണിയുടെ വീട്ടിലേക്ക് യാത്രയായി. അവിടെ വെച്ച് ചാത്തുണ്ണിയെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ ഉണ്ണി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ചാത്തുണ്ണിയുടെ കമ്പനിയിലാണ് ഉണ്ണികൃഷ്ണൻ ജോലി ചെയ്യുന്നതെന്ന് അമ്മയോട് സമർത്ഥമായി പറഞ്ഞു പറ്റിക്കുന്നു. കാരണം ചാത്തുണ്ണി ഒരു ഭൂതമാണെന്നോ ഒന്നും അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. ഏയ് അസലായിട്ടുണ്ട്. നല്ല നാടൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 500 കൊല്ലായി. ഇതിനിടയിൽ ഉണ്ണിയുടെ അച്ഛൻ മരിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ ചെറിയമ്മയും അവരുടെ ആങ്ങളമാരും ആ വസ്തു വിറ്റിട്ട് അവിടുന്ന് പോകാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ ഉണ്ണി തൻ്റെ പിതൃസ്വത്ത് തിരിച്ചു പിടിക്കാനായി ദാസനെ ഒരു വേഷം കെട്ടിച്ച് ആ വീട്ടിലേക്ക് അയക്കുന്നു. ദാസന്റെ മുതലാളിക്ക് ആ സ്വത്തിനോട് താല്പര്യമുണ്ടെന്നും അത് വാങ്ങാൻ അയാൾ തയ്യാറാണെന്നും പറഞ്ഞാണ് ദാസൻ ആ വീട്ടിൽ കയറി കൂടിയത്. പക്ഷേ ദാസന്റെ മേളിൽ ചെറിയമ്മയ്ക്കും ആങ്ങളമാർക്കും സംശയം ഉണ്ടായിരുന്നു. വൈകാതെ തന്നെ അവിടെ ഉണ്ണി വരികയും ദാസനെ വിട്ടത് ഉണ്ണിയാണെന്ന് അവരറിയുകയും ചെയ്യുന്നു. മാത്രമല്ല ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ ക്ലാഷ് ആവുന്നു. ആ ക്ലാഷിൽ ചാത്തുണ്ണിയുടെ സഹായത്തോടെ ഉണ്ണി ജയിക്കുന്നു. ഞാൻ എത്ര പ്രാവശ്യം അവരെ അടിക്കാൻ നോക്കിയതാ. കമ്പ് ആരോ പറയെ പിടിച്ച് വലിക്കുന്ന പോലെ. ശരിയാ, എന്റെ മുടിയാലും ആരോ പിടിച്ച് വലിക്കുന്നത് എനിക്കും തോന്നിയല്ലോ. അതാ പറഞ്ഞത് ഇത് കുട്ടിച്ചാത്തൻ സേവയാണെന്ന്. ഉണ്ണിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് കാരണം ഉണ്ണിക്ക് ചാത്തൻ സേവയുണ്ടെന്നും അത് പുറത്തു കൊണ്ടുവരുന്നതിനായി ഒരു മന്ത്രവാദിയെ വിളിച്ചുകൊണ്ടുവരാൻ അവർ പദ്ധതിയിടുന്നു. ചാത്തനും ഒടിയനും രക്ഷസുമല്ല ശത്രുവിന്റെ സഹായത്തിനെത്തിയിട്ടുള്ളത്. അവൻ വിക്രികൾ നടത്തിയ സ്ഥലം എനിക്ക് കാണണം. ആ അന്തരീക്ഷത്തിൽ ബാഹ്യശക്തിയുടെ അദൃശ്യ വലയം ഇപ്പോഴും ഉണ്ടാവും. ആ വലയവും പഥസഞ്ചാരവും ഹോമഗണനത്തിന് വിധേയമാക്കിയാൽ എല്ലാം വ്യക്തമാകും. എന്റെ സിദ്ധിക്ക് പോലും ഗോചരീഭവിക്കാത്ത മാന്ത്രിക വലയമോ? നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ശക്തിയുടെ പ്രഭയാണ് ഉണ്ണികൃഷ്ണൻ ആവരണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചാത്തുണ്ണിയെ പിടിക്കാനായി അവരെല്ലാവരും ഉണ്ണികൃഷ്ണൻ്റെ അടുത്തേക്ക് തന്ത്രപൂർവ്വം നീങ്ങുന്നു. ഉണ്ണികൃഷ്ണൻ്റെ അമ്മാവനാണ് ജഗതി എന്ന് പറഞ്ഞിട്ടാണ് ജഗതി ആ വീട്ടിൽ കയറി കൂടുന്നത്. ചെറിയമ്മയുടെ പെട്ടെന്നുള്ള മാറ്റത്തിൻ്റെയും വരവിൻ്റെയും ഉദ്ദേശം മനസ്സിലാക്കിയ ഉണ്ണികൃഷ്ണൻ സംഘവും അവരെ പൂട്ടാനായി പദ്ധതിയിടുന്നു. അതിൽ ഉണ്ണിയും സംഘവും ആത്മാർത്ഥമായി വിജയിക്കുകയും ഉണ്ണിയുടെ കുഞ്ഞമ്മയും അതുപോലെ തന്നെ ജഗതി ശ്രീകുമാറിൻ്റെ മന്ത്രവാദി ക്യാരക്ടറും ആ വീട്ടിൽ നിന്ന് പിന്മാറി പോകുന്നു. അതിനിടയിൽ ബദ്ധശത്രുക്കളായിരുന്ന ഉണ്ണികൃഷ്ണനുമായും തൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി അടുത്ത സുഹൃത്തുക്കളാകുകയും വൈകാതെ തന്നെ അവർ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവിടെ ഷമ്മിതലേൻ്റെ ക്യാരക്ടർ എൻട്രി ചെയ്യുകയും ഉണ്ണികൃഷ്ണനും ഷമ്മിതലേൻ്റെ ക്യാരക്ടറും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. ഓൾറെഡി ഷമ്മിതലേനും അതുപോലെ തന്നെ ജഗദീഷും തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് നടന്നിട്ടുണ്ട് ഷോപ്പിൽ. അങ്ങനെ മായ ഉണ്ണികൃഷ്ണൻ തമ്മിലുള്ള ബന്ധം ഷമ്മിതലേൻ്റെ അച്ഛൻ്റെ അടുത്ത് ഷമ്മിതലേനും ഷമ്മിതലേൻ്റെ ഫാദറും ചെന്നിട്ട് അവതരിപ്പിക്കുകയും അതൊരു വൻ വിഷയമാക്കി തീർക്കാൻ പദ്ധതി ഇടുകയും ചെയ്യുന്നു. അല്ല, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ താൻ ആ കുട്ടിയെ മറക്കുന്നതല്ലേ നല്ലത്? തനിക്ക് വേറെ നല്ല കുട്ടിയെ കിട്ടുടോ. താൻ ആ പെണ്ണിന് വേണ്ടി ഇങ്ങനെ മരിച്ചു നടക്കുന്ന പോലെ അവൾക്ക് തന്നോട് വല്ല ആത്മാർത്ഥതയുണ്ടോ? സിറ്റിയിലെ കുട്ടിയല്ലേ, ഇന്നൊരാള്
നാളെ തന്നേക്കാൾ തൊലിവെളുപ്പും സൗകര്യമുള്ള ഒരാളെ കാണുമ്പോ അവൾ അവന്റെ കൂടെ പോവും. വേണ്ടാത്ത പറഞ്ഞല്ലോ. തന്നോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇനിയും പറയും. ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം എടുക്കാൻ നിങ്ങൾ എന്റെ അച്ഛനും അമ്മാവനൊന്നും അല്ലല്ലോ. രക്തബന്ധങ്ങളെക്കാൾ വലിയ ബന്ധങ്ങളുണ്ട് കുട്ടി. തന്റെ കാര്യത്തിലൊന്നും ഞാൻ ഇനി ഇടപെടില്ല. ഞാൻ പോവാ. പേടിപ്പിക്കൊന്നും വേണ്ട. മാഷ് വരുന്നതിന് മുമ്പ് കഴിഞ്ഞതുപോലൊക്കെ ഞാനിവിടെ കഴിഞ്ഞോളാം. മാഷ് വേണ്ട ദാസ, ഞാൻ പോവാ. ഉണ്ണികൃഷ്ണൻ്റെ വായിൽ നിന്നും അത്തരത്തിലൊരു വാക്ക് കേട്ടപ്പോൾ ചാത്തുണ്ണി മനസ്സ് വിഷമിച്ച് അവിടെ നിന്ന് പോയിരുന്നു. താമസിയാതെ പോലീസുകാർ വന്ന് എസ്ഐയുടെ മോളെ പ്രേമിച്ചെന്നുള്ള കുറ്റത്തിന് ഉണ്ണികൃഷ്ണനെ പിടിച്ച് ലോക്കപ്പിലിടുന്നു. അവിടേക്ക് ചാത്തുണ്ണി എത്തുകയും എസ് ഐ ആയിട്ട് കുറേ ക്ലാഷൊക്കെ ഉണ്ടാവുകയും ചാത്തുണ്ണി അവരെ സമർത്ഥമായി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണത്. ജീവിച്ചു കൊതി തീരാതെയാ ഞാൻ ഇവിടുന്ന് പോയത്. അന്ന് എനിക്കുണ്ടായിരുന്നു ഉണ്ണിയുടെ ഇതേ പ്രായത്തിലൊരു മകൻ. ഉണ്ണിയെ കാണുമ്പോൾ എനിക്ക് അവനെ ഓർമ്മ വരുന്നത്. അന്ന് ആ മകൻ തന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം തരാൻ ഞങ്ങളുണ്ടാവും മാഷെ. അടുത്ത സീനിൽ കാണിക്കുന്നത് മായ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് പരാതി പറയുന്നു, എൻ്റെ വിവാഹ നിശ്ചയമൊക്കെ നടത്താൻ പോവാണ്, അപ്പോൾ ഉണ്ണി എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറയുന്നത് കുറച്ചുകൂടെ ബോൾഡായിട്ടിരിക്കുകയും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെ ഉണ്ണികൃഷ്ണൻ ഒരു സൈക്യാട്രിസ്റ്റ് എന്ന വ്യാജേന ഉണ്ണികൃഷ്ണൻ്റെ പേഷ്യൻ്റാണ് ഷമ്മിത്തലേൻ എന്ന് പറഞ്ഞ് മായയുടെ അച്ഛനെ കാണാൻ മായയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ഷമ്മിത്തലേൻ ഒരു പേഷ്യൻ്റ് ആണെന്നും പുള്ളിക്കാൻ ഇതുപോലെ അബ്നോർമലായിട്ട് പെരുമാറാറുണ്ടെന്നും ഒക്കെ മായയുടെ അച്ഛൻ്റെ അടുത്ത് സമൃദ്ധമായി പറഞ്ഞ് ബോധിപ്പിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് മായയുടെ വിവാഹ നിശ്ചയമാണ്. അവിടേക്ക് ഷമ്മിത്തിലകനും ഷമ്മിത്തിലകൻ്റെ ഫാദറും ഒക്കെ വന്ന് അവർ കുടുംബക്കാർ വന്ന് വിവാഹ നിശ്ചയത്തിനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയും അവിടെ വെച്ചിട്ട് ഈ എസ് ഐ ഷമ്മിത്തിലകനെ വാച്ച് ചെയ്യുകയും ചെയ്യുന്നു. ഷമ്മിത്തിലകന് ആ ഡോക്ടർ പറഞ്ഞ പോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ വാച്ച് ചെയ്യുന്നു. പക്ഷേ ജഗദീഷാണ് ആ ഡോക്ടറായിട്ട് വന്നത്, വേഷമിട്ട് വന്നതെന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ. പെട്ടെന്ന് അവിടേക്ക് ചാത്തുണ്ണി വരികയും ചാത്തുണ്ണിയുടെ സഹായത്തോടെയാണ് ജഗദീഷ് ആ വിവാഹ നിശ്ചയം മുടക്കാനൊക്കെ ചെയ്യുന്നത്. അതായത് അബ്നോർമലായിട്ട് പെരുമാറിപ്പിക്കും ഷമ്മിത്തിലകനെ കൊണ്ട്. കാണാൻ സാധിക്കാത്ത ഏതോ ഒരു ശക്തി അവിടെ ഉണ്ടായിരുന്നു, അതുറപ്പാ. വെറുതെ വിട്ടിതം പറയാതെ വിക്രമ. അല്ല പണിക്കരെ, വിക്രമൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇപ്പൊ മനസ്സിലായി അന്ന് ലോക്കപ്പിൽ എനിക്ക് കിട്ടിയ ഇടിയുടെ രഹസ്യം. ഈ ചാത്തനേറ് കാളിസേവ എന്നൊക്കെ പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളുന്ന സ്വഭാവക്കാരനാണ് ഞാൻ. പക്ഷേ ഇപ്പൊ എനിക്ക് ഉറപ്പാ പണിക്കരെ, ഉണ്ണികൃഷ്ണന് കുട്ടിച്ചാത്തൻ സേവയോ മന്ത്രവാദമോ പോലെയുള്ള എന്തോ വശമുണ്ട്. അങ്ങനെ ചാത്തുണ്ണിയെ പിടിക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻ്റെ ശത്രുക്കളെല്ലാം ഒത്തുകൂടുന്നു. ആ സന്ദർഭത്തിൽ ജഗതിയായിട്ട് അവർ ക്ലാഷ് ആവുകയും ജഗതിയെ പിടിച്ച് പുറത്താക്കുകയും ജഗതി ഇന്നസെൻറ്റിനെ കാണണമെന്നാവശ്യപ്പെട്ട് അവരുടെ കാൽക്കൽ പോയി വീഴുകയും ചെയ്യുന്നു. എന്നിട്ട് ഇന്നസെൻറ്റിനോട് പറയുന്നു തന്നെ തളയ്ക്കാൻ ഒരു പുതിയ മന്ത്രവാദിയെ കൊണ്ടുവരുന്നെന്ന്. പുനഃപ്രതിഷ്ഠാ സമയത്ത് ഞാൻ അല്പം വിശ്രമിച്ചു. അതിനിടയിൽ കലശം തെറ്റി തെറിച്ച് എന്റെ മക്കളിൽ നിന്നും അപ്രത്യക്ഷമായി. മന്ത്രത്തിൽ പിഴച്ചാൽ മാന്ത്രികനാണ് ദോഷമെന്ന് കേട്ടിട്ടില്ലേ? ഈ മന്ത്രവാദിയുടെ പക്കൽ നിന്നാണ് ചാത്തുണ്ണി രക്ഷപ്പെട്ടത്. ചാത്തുണ്ണി ഒരു ദൈവിക ചൈതന്യമുള്ള ഒരു ശക്തിയാണെന്നും പുനഃപ്രതിഷ്ഠാ സമയത്ത് കലശം തെന്നിത്തെറിച്ച് രക്ഷപ്പെട്ടതാണെന്നും ഒക്കെ അവരുടെ അടുത്ത് മന്ത്രവാദി പറയുന്നു. അങ്ങനെ ചാത്തുണ്ണിയെ തളയ്ക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അയാൾ പറയുന്നു ഈ വിളക്കുകളൊക്കെ കത്തിച്ച് തീരുമ്പോൾ ചാത്തുണ്ണിയുടെ സർവ്വശക്തിയെ ക്ഷയിക്കും, അപ്പം നമുക്ക് ചാത്തുണ്ണിയെ നമ്മുടെ വരുതിയിലാക്കാമെന്നും. അപ്പോൾ ഓരോ വിളക്ക് കത്തിക്കും തോറും അപ്പുറത്ത് ചാത്തുണ്ണിയുടെ ശക്തികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും നാളും ഞാൻ പേടിച്ച ആ ദിവസം വരിക. നൂറ്റാണ്ടുകളോളം ഒരു കുടുംബത്തിന്റെ അടിമയായി വീർപ്പുമുട്ടി കഴിഞ്ഞവനാ ഞാൻ. അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികൾ കുടത്തിനുള്ളിൽ വീർപ്പുമുട്ടി കഴിയുമ്പോഴും ഒരു കുടുംബത്തിന്റെ വിദൂര സ്മരണകൾ ഞാൻ താലോലിച്ചിരുന്നു. നിങ്ങളുടെ അടുത്ത് എത്തിപ്പെട്ടപ്പോ എനിക്ക് കിട്ടിയത് ഒരായുസിന്റെ മുഴുവൻ സ്നേഹ. ഇതെല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകേണ്ടി വരുന്ന കാര്യം ഓർക്കുമ്പോ തീക്രാൻ പൂജ തുടങ്ങിക്കഴിഞ്ഞു. ആ പൂജ തുടങ്ങി 48 മണിക്കൂറിനകം എനിക്ക് ഈ ഭൂമി തന്നെ ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വരും. അങ്ങനെ നമ്മുടെ ദാസനും ഉണ്ണികൃഷ്ണനും കൂടെ പൂജ മുടക്കാനായിട്ട് തീക്രൻ നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് അവർ പോകുന്നു. അപ്പോൾ അറ്റ് ദ സെയിം ടൈം അപ്പുറത്ത് മായയുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. ചാത്തുണ്ണിക്കല്ലാതെ ആ വിവാഹം മുടക്കാൻ മറ്റാർക്കും സാധിക്കില്ല എന്ന് അവർക്ക് നന്നേ ബോധ്യമുണ്ടായിരുന്നു. അതിനാൽ ഭൈരവൻ്റെ കൂട്ടുപിടിച്ച് ഉണ്ണികൃഷ്ണൻ സംഘവും ആ ഇല്ലത്തേക്ക് മടങ്ങുകയാണ് പൂജ മുടക്കാൻ വേണ്ടി. അങ്ങനെ പൂജ മുടക്കാൻ അവർ ഇല്ലത്തേക്ക് ചെല്ലുകയും ആ സമയത്ത് ചാത്തുണ്ണി തൻ്റെ മാക്സിമം ശക്തി ഉപയോഗിച്ച് ആ കല്യാണപ്പന്തലിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു വിവാഹം മുടക്കാനായി. പക്ഷേ ഇല്ലത്തടക്കുന്ന ആചാരക്രിയ മുടക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അല്പം കഠിനമായിരുന്നു. കാരണം അവിടെ അവരുടെ കുറേ ഗുണ്ടകളും ശിങ്കടികളും ഉള്ളതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ അത്ര ഈസി ആയിരുന്നില്ല. എന്നാലും മാക്സിമം പണിപ്പെട്ട് അവർ കഷ്ടപ്പെട്ട് ആ മന്ത്രവാദ കളം തരിപ്പണമാക്കുകയും ചാത്തുണ്ണിക്ക് ചാത്തുണ്ണിയുടെ ഫുൾ ശക്തി തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു.
അങ്ങനെ ചാത്തുണ്ണി ആ കല്യാണം മുടക്കി മായം കൂട്ടി ആ ഇല്ലത്തേക്ക്, അതായത് മന്ത്രവാദം നടക്കുന്ന ആ പ്ലേസിലേക്ക് പോകുന്നു. അസ്തമനമായി. എനിക്ക് പോകാനുള്ള സമയവും. ഞങ്ങളെ വിട്ടിട്ട് പോവല്ലേ അങ്കിൾ. അങ്ങനെ ചാത്തുണ്ണി അവരെയൊക്കെ വിട്ട് ആ ഭൂമി വിട്ട് പോകാനുള്ള സമയമായി എന്നൊക്കെ പറയുന്നൊരു സാഡായിട്ടുള്ളൊരു ക്ലൈമാക്സ് എൻഡിങ് ആണത്. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമാവുകയും അപ്പോൾ തനിക്ക് പോകാതെ നിവൃത്തിയില്ല, ഭൂമി വിട്ട് പോകാതെ നിവൃത്തിയില്ല എന്നൊക്കെ കുട്ടികളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. പിന്നെ ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല, ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് ചാത്തുണ്ണി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ചാത്തുണ്ണി അവിടെ നിന്ന് പോകുന്നൊരു സങ്കടപ്പെടുത്തുന്നൊരു മൊമെൻ്റാണ് അത്. ഇപ്പോഴും ഈ സിനിമ കാണുമ്പോൾ ഇതിലെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ് ഇത്. നന്നായി വരും. അങ്ങനെ നമ്മളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവരും പോയി സിനിമ കാണുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിയ അടിക്കുന്നൊരു സിനിമയാണ്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിലൂടെ അത് അറിയിക്കുക. ഒരുപാട് നന്ദി, സ്നേഹം. വീണ്ടും കാണാം.